ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ KMC. നമ്മളൊരു പുതിയ കേസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ വീഡിയോ പറയുന്നത് മൈൻക്രാഫ്റ്റ് ആണ് ഗൈസ്. നമ്മുടെ മൈൻക്രാഫ്റ്റ് സിംഗിൾ പ്ലെയർ സീരീസിൻ്റെ ആദ്യത്തെ വീഡിയോ ഇട്ടുണ്ട്. ആദ്യത്തെ എപ്പിസോഡെന്നും പറയും. ആദ്യത്തെ എപ്പിസോഡ് നമ്മൾ മൾട്ടിപ്ലെയർ സീരീസ് ഇട്ടായിരുന്നു ഗൈസ്. ഞാൻ തുടങ്ങിയിട്ട് പിന്നെ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഗൈസ്. തുടങ്ങി അങ്ങനെ തന്നെ വെച്ച് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി ഗൈസ്. ഓക്കെ, ഞാൻ കുറേ മാറ്റങ്ങളൊക്കെ ഇതിൽ വരുത്തി. ഞാൻ വേറൊരു കുറേ വീടുകളൊക്കെ ഞാൻ ഉണ്ടാക്കി. എല്ലാം ചെയ്യാനുള്ളൊരു വേൾഡും മൾട്ടിപ്ലെയർ വേൾഡും അങ്ങനെ കുറേ വേൾഡ് ഉണ്ടാക്കി. പിന്നെ ഗൈസ്, നമ്മുടെ മൾട്ടിപ്ലെയർ സീരീസിന് ചെറിയൊരു മാറ്റം വന്ന് അത് നമ്മുടെ മറ്റേ മൾട്ടിപ്ലെയർ സീരീസിൻ്റെ വേൾഡ് ബഗ്ഗായതുകൊണ്ട് അത് കളിക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ അത് എടുത്തിട്ട് വേറൊരു അതേ സൈഡിൽ തന്നെ നമ്മൾ തുടങ്ങി ഗൈസ്. അതേ വില്ലേജ് അതേ സൈഡിൽ തന്നെ നമ്മൾ തുടങ്ങി. അല്ല പിന്നെ വേറെ വഴിയില്ല ഗൈസ്. എന്നിട്ട് ഞങ്ങളതിൽ വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത വീട് തന്നെയാണ് ഗൈസ്. കുറച്ച് മരം കളത്തിയുണ്ട്. പിന്നെ എന്താ ഇതാനും ഇതെന്തിരിക്കുന്ന ആ ഗൈസ്, ഉൾഫ് പട്ടിക്കുട്ടി പട്ടിക്കുട്ടിയാണ് ഗൈസ്. ഗൈസ്, ആരും ഒന്നും മറന്നിട്ടില്ല വിചാരിക്കണം. എല്ലാവരും സബ് അടിക്കുക ഗൈസ്. ആ സബ്സ്ക്രൈബ് ബട്ടൺ അവരെ വെറുതെ ഒരു പണിയില്ലാണ്ടിരിക്കുകയാണ്. അവനൊന്ന് സബ് അടിച്ച് ഉണർത്ത് ഗൈസ്. അവന് ഉറക്കം വന്നിട്ട് എന്തോ ആയിരിക്കുകയാണ്. പക്ഷേ അവൻ ഉറങ്ങാൻ പറ്റരുത്. അവർ നമ്മൾ അടിച്ച് പൊട്ടിച്ച് സബ്ബൊക്കെ കയറ്റി കൊണ്ടാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും സബ് അടിക്കുക. ലൈക്ക് നമ്മുടെ എന്താ ടാർഗറ്റ് ഒരു 20 ലൈക്കാണ് ഗൈസ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ വേഗം നമുക്ക് ഇതൊക്കെ എടുത്തിട്ട് ഇനി രാത്രിയേക്ക് ഇങ്ങനെ കളിക്കേണ്ട സോംബി അവന്മാരൊക്കെ ഇങ്ങനെ വരും. പിന്നെ എന്നെ ഉണ്ടാവുകയാണ്. നമുക്ക് നേരെ പോയിട്ട് ഓക്ക് ഉണ്ടാക്കാം. എന്നിട്ട് ക്രാഫ്റ്റിൻ്റെ ഒക്കെ ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് സ്റ്റിക്ക് ഉണ്ടാക്കാം. നമ്മളിപ്പോൾ തന്നെ ഒരു ടൂൾസൊന്നും ഉണ്ടാക്കുന്നില്ല, കാരണം നമുക്ക് സ്റ്റോൺ ടൂൾസിലേക്ക് മാറണം ഗൈസ്. ഓക്കെ, ഇപ്പോൾ ചെറിയ ബഹളങ്ങളൊക്കെ ഉണ്ടാകും. അതൊന്നും നോക്കരുത്. നോക്കിക്കഴിഞ്ഞാൽ പണിയാണ്. 2 പിക്കാക്സ് ഇരുന്നോട്ടെ. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് വേഗം സ്റ്റോൺ ടൂൾസിലേക്ക് മാറണം ഗൈസ്. ഞാൻ ഇന്നും അങ്ങനെ തന്നെയാണ് ചെയ്യുക. നമുക്ക് കുറച്ച് ഫുഡ് ആവശ്യമുണ്ട്. സാധനം കുത്തി കയറും. അയ്യോ കൊള്ളക്കട്ടാ, നിന്നെ ഞാൻ പിന്നെ എടുത്തോണ്ട. പിന്നെ ഇവനെ ഈ സ്ഥലം പിന്നെ ഈ സ്വീറ്റ് ചെറീസ് അല്ലാണ്ട് വേറൊരു കണ്ടി ഉണ്ടാവില്ല ഗൈസ്. മീൻസ് വേറൊരു സംഭവം ഉണ്ടാവില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഇതൊക്കെ എന്തൊരു സാധനം. അയ്യേ, പൊളിച്ചിട്ട് കാര്യം. ഞാനൊക്കെ ആ സംഭവം എന്നാണ് ഗൈസ്. അതെ പിന്നെ എവിടെ ഇരിക്കുന്നുണ്ടോ നിങ്ങൾ വിടാതെ പോവില്ല ഗൈസ്. ആടാ, പൊളിച്ചാൽ കിട്ടത്തുമില്ല. അത് കഴിക്കാൻ പറ്റില്ലേ? പിന്നെ വേറെ സീഡാക്കി നടന്ന സംഗതി മതിയായിരുന്നു. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ സ്റ്റോണൊക്കെ കണ്ട് കളക്ട് ചെയ്ത് തരാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ സ്റ്റോണും കാര്യങ്ങളൊക്കെ എടുത്ത് കുറേ ഫൈറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ഗൈസ് വരുന്നത് ചെയ്യാൻ. അങ്ങനെ കുറേ ഫൈറ്റുകളൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുറേ ഹെൽത്തൊക്കെ പോയത്. നമുക്ക് കുറച്ച് ഫുഡ് കാണാം ഗൈസ്. ഫുഡ് നോക്കിന് ഇവന്മാരെ അങ്ങനെ ഒരു ആക്സൊക്കെ പൊട്ടി ഗൈസ്. 3 ആക്സ് 2-3 ആക്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒക്കെ പൊട്ടിപ്പോയി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പുതിയതൊക്കെ ഉണ്ടാക്കി വേറെ കുറേ മൈൻ ചെയ്ത്. ഇതായത് ചെറ്റരിമോൻ എന്തോ ചെയ്യണത്. ഇങ്ങനെ തല്ലിയാൽ മാത്രമേ നീ ചാവത്തുള്ളല്ലേ. നീ ഇങ്ങോട്ടൊന്ന് ഞാൻ നിന്നെ കൊന്നിട്ടേ പോളൂ കേട്ടാ. ഞാൻ അതും വിചാരിച്ചിരിക്കണ്ട. അപ്പോൾ നമ്മളിപ്പോൾ പൊളിച്ചൊക്കെ നിന്ന് നോക്കിയിട്ടൊരു വീടൊക്കെ വേണ്ടേ. അതുകൊണ്ട് നമ്മൾ ഒരു പ്ലേസ് കണ്ടുപിടിക്കാൻ പോകുന്നത്.
നമുക്ക് വീടുണ്ടാകാനുള്ളത് സ്ഥലമില്ല, നല്ലതായിട്ട് വില്ലേജ് കിട്ടിക്കഴിഞ്ഞാ കൊള്ളാം. അവിടെ മ്യൂസിക് നമുക്ക് എടുക്കാലോ. അവിടെ എന്തോ ഒന്നും കൊണ്ട പോലെ തന്നെ നടക്കണം. ഇവനത് കാലിന് അസുഖമുണ്ടോ പോട്ടെ. എന്താ പറയുക, ജോയിസ്റ്റിക്കൊന്നും അനങ്ങുന്നില്ല. പൈസ നമ്മൾ ചിലപ്പോൾ എന്താ പറയുക കുറച്ചുകൊണ്ട് കണ്ട് വഴുകി ഒരു 2 years ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ പ്രൊട്ടക്റ്റും സംഭവങ്ങളെല്ലാം നമ്മുടെ PC മാറുന്നുണ്ടാവും ഗൈസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് സഹായിക്കണം ഗൈസ്, സപ്പോർട്ട് ചെയ്യണം. എന്നാലാണ് എനിക്ക് ആ ഒരു ഉയരത്തിലേക്ക് PC ഒക്കെ വാങ്ങിച്ച് ഇതാക്കാൻ പറ്റുള്ളൂ ഗൈസ്. തെന്തിരി ഗൈസ്, ഇതൊക്കെ ഇത്രയേ ഉള്ളു ഗൈസ്. അയ്യോ ഇത് ഗൈസ് ലാഗ് ചെറുതായിട്ട് കുഴപ്പമില്ല. ഈ കാട്ടുമുക്കിൽ അയങ്കൂര് ഗൈസ്. ചെസ്റ്റ് ഇവിടെ തന്നെ ഉണ്ട്. ഇനി എന്തോ വേണം ഗൈസ്, ഇനി എന്തോ വേണം. അയൺ ലെഗിൻസും ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. താങ്ക് യു കള്ള. ഈ ബ്ലാക്ക് സ്മിത്ത് നല്ല പണക്കാരനാണ് ഗൈസ്. ഇവൻ്റെ ഈ മോട്ടർ സാധനം പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ്. പിന്നെ അവൻ ഒരു സാധാരണ വില്ലേജറാവും. ക്യാമ്പ് ഫയർ ബ്ലാസ്റ്റ് ഫർണസ് കുറേ പമ്പിന് ഞാൻ പോയപ്പോൾ ഈ ഷവൽ ചെയ്ത പ്ലേസ് ഒന്ന് കണ്ടപ്പോൾ മനസ്സിലായി വില്ലേജ്. അപ്പോൾ ഗൈസ് നമുക്കിനി വീടൊക്കെ ഇവിടെ ട്രാക്ടർ ചെക്കനെ വൃത്തി നമുക്കത് തുറന്നിട്ട് പോയാലേ അവൻ കഷ്ടപ്പെടേ. അതുകൊണ്ട് വിചാരം നമ്മൾ പൊട്ടന്മാരാണെന്നാണ്. ഒന്ന് പറഞ്ഞാൽ വെറും ഡോറിൻ്റെ പ്ലേസാണ്, അപ്പോൾ വലിയ കാര്യമൊന്നുമില്ല വിചാരിച്ചിട്ടവൻ എന്തോ കാണിച്ചു വെച്ചേക്ക. ഇവനും അവരുടെ കയ്യിൽ ക്രാഫ്റ്റിംഗ് ടേബിളും ബെഡും മാത്രമേ ഉള്ളൂ ഗൈസ്. ഒരു പൊട്ടന്മാരാണല്ലേ. അയ്യോ നട്ടായി. ഇതാണ് ഗൈസ്, മാനത്ത് നോക്കി ഈ സാധനം തിന്നാൻ പറ്റത്തുള്ളൂ. വാട്ടർ സാധനമാണ് ബ്ലാക്ക് സ്മിത്തമ്മേ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ സാധനം ഡേഞ്ചറാണ്. ദേഹത്തും കൊണ്ടേ കളഞ്ഞ് കുടന്തി പോട്ടെ. നമുക്ക് ഒരു ചാടിയൊക്കെ നടന്നില്ല ഗൈസ്. ചാടിയിട്ട് അതങ്ങ് വെക്കാൻ വിചാരിച്ചതാണ്. ചില സമയത്ത് ചില നോയ്സസ് ഒക്കെ ഉണ്ടാവും. കാരണം ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു കേടുപാടുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ ക്ഷമിക്കുക. ഓക്കെ ഗൈസ്. ഇങ്ങനത്തെ ഇരുട്ടുള്ള സ്ഥലത്ത് അത്ര സേഫ്. ഞാൻ അതിൻ്റെ മുകളിൽ കയറി ഇതാര് നിൽക്കണിത് ചിലപ്പോൾ വന്നിപ്പോട്ടാണ് ഗൈസ്. സ്റ്റോൺ പിക്കാക്സ് ഉള്ളതുകൊണ്ട് ഭാഗ്യം കേട്ടോ. ഓക്കെ 2 അയൺ കിട്ടി ഗൈസ്. അപ്പോൾ ഞാനിനി അങ്ങനെ മുകളിൽ കയറി കുറച്ച് സാൻഡ് കയ്യിലിരിപ്പുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ വെച്ചില്ല. എന്താണ് ഈ സാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാതെ അങ്ങോട്ട് വീണതാണ് എന്ന് പറയാം. പിന്നെ അത് ചെയ്യാതെ കുറച്ച് സംഭവമാണ് ഈ സാൻഡ് പോലെ. അപ്പോൾ നമുക്ക് കുറേ ലാഗ് അടിക്കുന്നുണ്ടാവുമെന്ന് വിചാരിച്ചാൽ ഗൈസ് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഗൈസ് നമ്മളെ കുറേ മോഡുകളുള്ള ഓരോ ഇതൊക്കെ വരുന്നതായിരിക്കും ഗൈസ്. ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുക കേട്ടോ. ചിക്കനെങ്കിൽ കാത്തിരുന്നാൽ മതി, ഞാനായിട്ട് നിർബന്ധിക്കണമൊന്നുമില്ല. കാത്തിരിക്കുക ഗൈസ്. ഇവൻ്റെ 2 ഉണ്ടാവും അപ്പോഴേ പറഞ്ഞില്ലേ. പിന്നെ മുകളിലേക്ക് കയറാണ്ട് ഗൈസ്, ബട്ട് അത് പുറത്താണ്, എനിക്ക് കയറാനും പറ്റത്തില്ല. ഇത് ഞാൻ എന്താ അങ്ങനെ പോയിക്കുന്നതാണ്ടോ കാണിച്ചെടുത്താണ്ടോ സ്റ്റെയർ വെച്ചേക്കണേ. അവിടെയൊക്കെ വേണ്ട എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. പകുതി മുക്കാലും ഇവിടെ അരിച്ച് പെറുക്കി എന്തെങ്കിലുമൊക്കെ കിട്ടുമോ അത് ഉറപ്പാണ് ഗൈസ്. നമുക്കൊരു സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇപ്പോഴത്തേക്ക് വെക്കാം. നമുക്ക് എന്തായാലും ഇപ്പോൾ ഒരു ഷീൽഡ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഒരു അയൺ കിറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗൈസ്. അത് ഞാനൊരു സോംബിനെ വന്നപ്പോൾ കിട്ടിയതാണ് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ അയൺ കിറ്റ് ഉണ്ടാകാമെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ഉണ്ട്. അപ്പോൾ വീട്ടിനുള്ളതായി ഗൈസ്. ഒരുത്തേൻ ചത്ത് നിനക്ക് കിട്ടത്തില്ല, കാരണം ഞാൻ അത്ര അടുത്തല്ല.
ചത്തു പോയാൽ കിട്ടുമോ? അപ്പം കിട്ടും, ഉറപ്പാണ് ഗൈസ്, ഉറപ്പാണ്. എൻ്റെ ആശാൻ കുറച്ച് ടെക്നോളജിയെ പോലെയാണ്. ഇവിടേക്കൊക്കെ ആവുന്നുണ്ടല്ലോ പിന്നെ മാത്രം. വന്നു ഇവന്മാരുടെ ലൂട്ടാണ് ഗൈസ് മെയിൻ. എക്സ്പി മെയിൻ തന്നെയാണ്. അപ്പം എന്തായാലും ഇപ്പം ഇന്ന് രാത്രിയാവും. അതുകൊണ്ട് ലൂട്ട് ചർച്ച ചെയ്യാം. ചെസ്റ്റ് ഉണ്ടായാൽ മതിയായിരുന്നു. യെസ് ഗൈസ്, പംകിൻ പയ്യോ കുഴപ്പമില്ല. ബ്രെഡ് നമുക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് ബ്രെഡും ഈ സംഭവമൊക്കെ തിന്നോട്ടെ. നമുക്ക് വീടിനുള്ള സ്ഥലം കണ്ടുപിടിച്ച് വീടിൻ്റെ അതൊക്കെ ആയിട്ട് നമുക്ക് കാണാം ഗൈസ്. ഇപ്പം തന്നെ നല്ല ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ചെറിയ നോയ്സിനെസ്സൊക്കെ ഉണ്ടാവും. അതവിടെ അമ്മാരടുത്ത് സംസാരിക്കുകയാണ് ഗൈസ്, അതൊന്നും നോക്കണ്ട. അപ്പം നമ്മൾ വീട് അറിയാതെ ഓഫ് ക്യാമറ ഒരു പകുതി ഉണ്ടാക്കി പോയി. ഇത്രയൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, നോ പ്രോബ്ലം. അപ്പോൾ ഗൈസ് നമ്മുടെ വീടിൻ്റെ പണി മൊത്തം കിട്ടില്ല. അപ്പോൾ തന്നെ ഗൈസ് 11 മിനിറ്റ് ഇത്രയായിരുന്നു ഗൈസ്. അത് കഴിയുമ്പോൾ നമുക്കൊരു ചെക്കനെയും കിട്ടി. നമുക്ക് ഉണ്ടായിരുന്ന പോകുന്നതുകൊണ്ട് അവൻ ടൈം ചെയ്തു. എത്ര പോണാവുന്നുണ്ട്, ഞാൻ ഉള്ളതൊക്കെ കൊടുത്തിട്ട് അവന് ടൈമായത്. എൻ്റെ പിന്നെ എത്രടുത്ത് എത്രയും 4 8 എത്ര ഉണ്ടായിരുന്നു, മൊത്തം കൊടുത്തിട്ടാണ് ടൈമായി. ഇത്തിരി ചെയ്യാൻ ഗൈസ്. പിന്നെ അവന് കുറേ തിന്നാനൊക്കെ കൊടുത്താൽ ഞാൻ നോക്കി ഇങ്ങോട്ട് നില്ലുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത്ര മതി. ഒന്നുകൂടി വയ്ക്കുകയാണെങ്കിൽ എന്നിട്ട് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഓക്കെ ഇപ്പം റെഡി ഉണ്ട് ഗൈസ്. അയ്യോ ചത്തു. ഓക്കെ അപ്പോൾ ഗൈസ് നമ്മുടെ റൂഫ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതും കൂടി വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. അപ്പോൾ പെട്ടെന്ന് വരുന്നതായിരിക്കില്ല, കാരണം കുറേ തിരക്കുകളുണ്ട് ഗൈസ്. സ്കൂളൊക്കെ തുറക്കാറായി. എല്ലാവരും നന്നിട്ട് പഠിക്കണം ഗൈസ്. എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് വീഡിയോ കാണണമെന്നും പറയുന്നില്ല, എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇരിക്കരുത്, പഠിക്കാൻ നല്ലതാണ് ഗൈസ്. ഓക്കെ അത് ഇവിടെയും കൂടി വെക്കാവുള്ളൂ ഗൈസ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ് ഗൈസ്. ഓക്കെ നീ എവിടെ, നീ ഇങ്ങോട്ട് വാ. അപ്പോൾ ഗൈസ് വീഡിയോ അതിൻ്റെ പേരുള്ള ടൈമായി ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ അതിൻ്റെ പേരുള്ള ടൈമായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു പുതിയ വീഡിയോ വരുന്നത് സൈനിങ് ഓഫ് ഫ്രം നീരജ്. ബൈ. അപ്പോൾ ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ടൈറ്റനിക്സ് എന്നാണ് പേര്. അപ്പോൾ നമ്മുടെ ഇനി വരാൻ പോണ വീഡിയോസും എല്ലാ ലോഗോയും എല്ലാതും ആ ഒരു ഇതിൻ്റെ ആയിരിക്കും ഗൈസ് ഉണ്ടാവുക. അപ്പോൾ താങ്ക് യു.